ആൻഡ് മോഡുലർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എലഗന്റ് ഇന്റീരിയേഴ്സിന്റെ റീസെന്റ് ക്ലയൻസ് ആയ കണ്ണൂർ കാസർഗോഡുകാർക്കൊക്കെ വളരെ ഫെമിലിയർ ആയ വസന്ത വിഹാർ റെസ്റ്റോറൻറ്റിന്റെ ഓണർ മിസ്റ്റർ രഘുവീർ പൈയുടെ സുന്ദരഭവനം ലക്ഷ്മി ഗണേഷിലാണ്. സോ നമുക്ക് ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ കാണാം. ലിവിംഗ് റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു പൂജാ റൂമിലാണ്. ഈ ഒരു സൈഡിലായിട്ട് മെറ്റൽ പാർട്ടീഷനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷൂറാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാൾസ് വരുന്നത് ടെക്സ്ചേർഡ് വാൾസ് ആൻഡ് പ്ലൈവുഡ് വിത്ത് ആഷ് വിനറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ഇവിടെ തന്നെ TV യൂണിറ്റിന് തന്നെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് റൂമിന്റെ ആംബിയൻസിന് ചേരുന്ന രീതിയിൽ ഒരു കോർണർ സോഫയും ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലക്ഷ്മി ഗണേഷിലെ ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് ലിവിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. വാൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടെക്സ്ചേർഡ് വാൾസ് ആണ്. ആൻഡ് ഹെഡ് ബോർഡ് PU മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, ഒരു സ്റ്റഡി യൂണിറ്റ് അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എവറി കോർണറിൽ നിന്നും ഇവിടെ ആക്സസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ടെക്സ്ചേർഡ് വാൾസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇന്റീരിയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ സ്റ്റോറേജ് യൂണിറ്റും അതിനടുത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ, അതായത് ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓപ്പൺ കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ബേസ് യൂണിറ്റ് വരുന്നത് PU ഗ്ലോസി ഫിനിഷിലാണ്. ഒരു പെയിൽ ഗ്രീൻ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വാളിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ലാമിനേറ്റഡ് ഫിനിഷിലാണ് വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ സെക്കൻഡ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ് ഉള്ള ഒരു കിച്ചണാണിത്. ഓൾസോ മെറൈൻ പ്ലൈ വിത്ത് ലാമിനേറ്റഡ് ഫിനിഷിലാണ് വരുന്നത്. ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് വെക്കാനായിട്ട് ഒരു വിക്കറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ആൻഡ് പ്ലെയിൻ പ്ലേറ്റ് കട്ട്ലറി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ് ആണ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ ടെക്സ്ചേർഡ് വാൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് റിക്ലൈനർ സോഫ സെറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂം. വളരെ സിമ്പിൾ ബട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണിത്. ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് PU വിത്ത് മാറ്റ് ഫിനിഷിങ്ങിലാണ്. ആൻഡ് ഓൾസോ കേർട്ടൻസിൻ്റെ ഒക്കെ കളർ കോംബോ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി വാർഡ്രോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PU ഫിനിഷ് വിത്ത് ആഷ് വിനറിൻ്റെ കോംബോ ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ സൈഡിലായിട്ട് ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്
ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ടെക്സ്ചേർഡ് വാൾസ്, വളരെ ഭംഗി ചെയ്തിരിക്കുന്ന ടെക്സ്ചേർഡ് വാൾസ് ഉണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഹെഡ് ബോർഡ് വരുന്നത് ആഷ് വിനീറിലാണ് ഇവിടുത്തെ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബ് പി യു മാറ്റ് ഫിനിഷിൻ്റെയും പിന്നെ ആഷ് വിനീറിൻ്റെയും കോംബോ ആണ്. ആ സൈഡിലായിട്ട് ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഇവിടെയും വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പി യു മാറ്റ് ഫിനിഷിലുള്ള വാർഡ്രോബും പിന്നെ ഒരു മിറർ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓഫ് വൈറ്റ്, പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വുഡൻ കളറിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഈ റൂമിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് ആഷ് വിനീറിലാണ്. സൈഡ് ടേബിൾസ് ഉണ്ട്, അതും ആഷ് വിനീറിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആഷ് വിനീറിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് സ്പേസിൻ്റെ ബാക്കിലും ഒരു വാർഡ്രോബ് ഉണ്ട്. പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള പി യു മാറ്റ് ഫിനിഷിലുള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റും മിറർ യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നിന്ന് തന്നെ നമുക്ക് വാഷ്റൂമിലും ആക്സസ് ഉണ്ട്. ആൻഡ് വാർഡ്രോബിൻ്റെ കാര്യം സെയിം ആണ്, പി യു മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പഴയ വീട് പുതിയ മുഖത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു എലിഗന്റ് ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സർവീസ്? എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാമോ? എക്സലന്റ് ആയിരുന്നു. എക്സലന്റ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എലിഗന്റ് ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചൺ ആണല്ലോ മോസ്റ്റ്ലി ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10? ഫുൾ റേറ്റ് കൊടുക്കാം. ഫുൾ റേറ്റ് കൊടുക്കാം, അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് വേറൊരാളടുത്ത് സജസ്റ്റ് ചെയ്യോ എലിഗന്റ് ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചൺ? തീർച്ചയായിട്ടും. ഓക്കെ, അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാമിനോടാണ്. ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സ്പോട്ട് ഏതാണ്? മാം ഏറ്റവും റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്പോട്ട്? ലിവിങ് സ്പേസ്, ഫാമിലി ഇവിടെ ഒരുമിച്ചിട്ട് ഇരിക്കുന്ന സ്പേസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നീട് വൈകുന്നേരം അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പം എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഇവിടുത്തെ പ്രോഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ. പിന്നെ എല്ലാം നമ്മൾ പറഞ്ഞ സമയത്താണ് ചെയ്തിട്ട് ടൈമിന് തന്നെ എല്ലാം കിട്ടി. എല്ലാം കൊണ്ട് സൂപ്പർ. ഓക്കെ, അപ്പം ഔട്ട് ഓഫ് 10 നമ്മൾ ഫുൾ റേറ്റിംഗ് കൊടുക്കും അല്ലേ? മാം എത്ര റേറ്റിംഗ് കൊടുക്കും? ഫുൾ തന്നെ. ഓക്കെ. റെസ്റ്റോറൻറ്റിന്റെ ഫീൽഡിലാണല്ലോ സാർ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തായാലും ലേഡീസിനെക്കാട്ടും കൂടുതൽ സാറിനായിരിക്കും അറിയാം. അപ്പം കിച്ചണിന്റെയും ഡൈനിങ്ങിനെയും പറ്റിയിട്ട് എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചൺ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡൈനിങ് സ്പേസിൽ നോക്കുകയാണെങ്കിൽ വളരെ അതായത് ഫുൾ ഓപ്പൺ സ്പേസിലാണ് നമ്മളിപ്പോൾ ഡൈനിങ് വന്നിട്ടുള്ളത്. ഏത് സമയം അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു കാം ഫീലാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആംബിയൻസ് ആണ്. അത് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ കിട്ടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എല്ലാവർക്കും നല്ല വൃത്തിയിലാണ് കറക്റ്റാണുള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മൾ പൂജാമുറിയുള്ള ആ ഒരു ഓം ഡിസൈനാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവ് അട്രാക്ഷൻ ആണ് ആ ഓമിനുള്ളത്. ഫസ്റ്റ് കാണുന്നത് ഓമാണ്. അതൊരു നല്ലൊരു ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് പൂജാമുറിയിൽ ഓമാണ്. Let me ask the same question to you as well. Which is your favorite spot? My favorite spot is the dining table, the dining area, where we all family together sit and have our food, breakfast, meals and everything. It is kind of unique. It's kind of unique and it feels good to sit there and spend quality time with family. Okay. Then ഇനി അടുത്ത സാറിനോടുള്ള ക്വസ്റ്റൻ ആണ്, എങ്ങനെയാണ് എലിഗന്റ് ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റിലേക്ക് എത്തിയത്? ആദ്യം എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ സുജിത്താണ് എന്നെ
ഇതിലേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ അവരെ ഫാക്ടറി ഒരിക്കൽ നമ്മളെല്ലാവരും പോയിട്ട് ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും വലിയ ഫാക്ടറി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി അവരുടെ ഫാക്ടറീസൊക്കെ കണ്ട് അവരുടെ വർക്കൊക്കെ കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡായി. ഞാനിത് കണ്ടത് ഓൾമോസ്റ്റ് 2-3 years ബാക്ക് ആയിരുന്നു. പക്ഷേ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി ഹൗസ് റിനോവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എലഗൻറ്റിനെ കൊണ്ട് ഇൻറ്റീരിയർ ചെയ്യിക്കണം. കാരണം അവരത്രയും ക്വാളിറ്റി വർക്കാണ്, അത്രയും ഫിനിഷിങ്ങുമാണ്, അത്രയും വർക്ക് പക്കയാണ്. അപ്പം അത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ റിനോവേഷൻ്റെ സമയത്ത് അഡ്വാൻസ് ആയിട്ട് എലഗൻറ്റിനെ കോൺടാക്ട് ചെയ്തു, ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്ക് അവർക്ക്. വർക്ക് എങ്ങനെ ഇഷ്ടമായോ? വർക്ക് എക്സലൻ്റ് ആയിരുന്നു. കാരണം ഞാനായിരുന്നു ഏറ്റവും അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തത് ഞാനായിരുന്നു ഈ റിനോവേഷൻ്റെ സമയത്ത്. അപ്പോൾ അവർ ഒരു അസംബ്ലിങ്ങും കാര്യങ്ങളും പിന്നെ വർക്കിൻ്റെ ഫിനിഷിങ്ങും അതേപോലെ അവർ ഒരു അപ് ടു ഡേറ്റ് ആയിരുന്നു. എല്ലാ വർക്കിലും വളരെ നല്ല പ്രോംപ്റ്റായിട്ടാണ് അവർ ചെയ്തത്. എവിടെ അവർ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇന്ന് ഇത് ശരിയായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ എന്തെങ്കിലും ഒരു അഡീഷണൽ കാര്യം വന്നു കഴിഞ്ഞാൽ അവരിതൊരു നോ എന്ന് പറഞ്ഞ കാര്യം അവർ പറഞ്ഞിട്ടില്ല. എന്തിനും യെസ് നമുക്ക് ചെയ്യാം. അല്ല ഭയങ്കര പോസിറ്റീവായിരുന്നു. സോ സാർ എത്ര റേറ്റ് കൊടുക്കും? ഒബ്വിയസ്ലി 10 out of 10 തന്നെയാണ്. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഇനി റെഫർ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ കുറേ ആൾക്കാരെ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കും റെഫറൻസ് ത്രൂ ആണ് കിട്ടിയത്. അതേപോലെ ഈ വർക്ക് കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു, അതായത് നമ്മൾ പറയാണ്ട് തന്നെ ഇതാരെ ഇൻറ്റീരിയർ ചെയ്തു എന്നൊരു അങ്ങനെ കുറേ ആൾ എൻക്വയറീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തിപ്പോൾ നമ്മളെ ഫേമിനാണെങ്കിലും നമ്മൾ കുറേ വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയേഴ്സും മനോഹരമാക്കി മാറ്റാൻ എലിഗൻ ഇന്റീരിയേഴ്സ് ആൻഡ് മോഡുലാർ കിച്ചന്റെ കയ്യിൽ എന്നും ഒരുപാട് ചോയ്സസ് ഉണ്ട്. കൂടാതെ ഫ്രീ ഗൈഡൻസും കൺസൾട്ടൻസീസും അവൈലബിൾ ആണ്. കോൺടാക്ട് അവർ ടോൾ ഫ്രീ നമ്പർ 1800-120-9936. Elegant Interior and Modular Kitchen. Turn your dreams into reality.